Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഇഫ്താറിന്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ണൂരുകാരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് കൽമാസിന്റേത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൽമാസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൽമാസിന്റെ മിക്സ് തയ്യാറാക്കി എടുക്കാൻ പോവാണ് മസാല. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ മതി. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സവോളയാണ്. ഈ കൂട്ടത്തിൽ 2-3 കറിവേപ്പിലയും കൂടി ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സവോള ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് വഴണ്ട് വരേണ്ട കാര്യമില്ല, ഒന്ന് വാടി വന്നേച്ചാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. സവോളയിൽ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഞാൻ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചേക്കുന്നത്. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവേ. ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. – 200-250 ഗ്രാം ചിക്കൻ ഇത് ചേർത്ത് കൊടുക്കാവേ. ഈ ഒരു മസാലയിൽ അത്രയെങ്കിലും ചിക്കൻ വേണം. നിങ്ങൾ കൂടുതൽ ചിക്കൻ ഇടാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ. ചിക്കൻ അങ്ങ് കുറഞ്ഞു പോയാൽ ഈ മസാല കഴിക്കാൻ അത്ര രുചി കിട്ടത്തില്ല. അതുകൊണ്ട് ചിക്കൻ ഇച്ചിരി ഒന്ന് മുന്നിൽ നിൽക്കുന്നത് പോലെ വേണം മസാല തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ ഇത് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുവാണ്. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്ത ഉടനെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യരുതേ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാനായിട്ട് പോവാണ്. അടച്ച് വെച്ച് ഈ മസാലയും ചിക്കനും അതുപോലെ മല്ലിയിലയും കൊടുത്ത് നന്നായിട്ട് കമ്പൈനായി വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയേ. അടച്ചു വെക്കുന്നതിന് മുമ്പ് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പും എല്ലാം കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഇട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. ഇനി ഈ മസാല ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മസാല നന്നായിട്ടായി വന്നിട്ടുണ്ട്. മസാലയിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഈ അടച്ചു വെച്ചിട്ട് ഈ മിക്സ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് വാങ്ങി വെക്കരുത്. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് മിക്സ് ചെയ്തിട്ടേ നിങ്ങളിത് വാങ്ങി വെക്കാവൂ. ഈ സമയത്ത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. പിന്നെ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ നോക്കണം നിങ്ങളുടെ പാകത്തിനുള്ള ഇത് ഗരം മസാല ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഗരം മസാല എല്ലാവരും വീട്ടിൽ പൊടിപ്പിക്കുന്നത് പല ഇതിലുള്ളതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ നിങ്ങൾക്ക് ഗരം മസാല വേണ്ടി വരും. ഞാനിവിടെ ഇപ്പോൾ 1/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം അതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം എന്തേ മസാല എല്ലാം റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. ഇനി കൽമാസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പം 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പൊടിയില്ലേ, അതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ വലിയ ജീരകം പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 7 ചുവന്നുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർ പകുതിയാണ് തേങ്ങ വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. ഒരുപാടങ്ങ് അരയണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതിയേ. ഇപ്പോൾ തേങ്ങാക്കൂട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാനായിട്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് പോവാണ്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾക്കിതിങ്ങനെ കുഴച്ച് വരുന്ന സമയത്ത് മനസ്സിലാവും എന്തുമാത്രം വെള്ളം ഇനി ഒഴിക്കണമെന്നുള്ളത്. നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമുക്കിത് തൊടാൻ പറ്റത്തില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു തവി കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കൈയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാവേ. അപ്പം അതുവരെ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചെറിയൊരു ചൂടേ ഉള്ളൂ, നമുക്ക് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളിത് മൊത്തമായിട്ട് അങ്ങ് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഒരു ചെറിയ ചൂടോടെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇപ്പോൾ കൽമാസ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മാവുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മുമ്പേ ആറാൻ വെച്ചിരുന്ന ചിക്കൻ്റെ മിക്സ് ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് കയ്യിൽ നിന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ ഈ മാവ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എണ്ണ പുരട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുള ഉരുട്ടിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വലുപ്പം തീരുമാനിക്കാം. അപ്പം ഞാനിത് ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇത് ഇടത്തെ കൈയിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. ഇതിൽ കൊള്ളാവുന്ന അത്രയും നിറച്ചു കൊടുക്കാവേ. ഇനി ഇതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മുൻഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ മസാലയൊന്നും പുറത്തേക്ക് പോവാത്ത പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് കൈയുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ വെച്ച് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം നമ്മൾ അത് ഉന്നക്കായയുടെ ഷേപ്പിൽ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈയുടെ തണ്ട് ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇതങ്ങ് ആ ഷേപ്പിൽ കിട്ടിക്കോളുവേ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പം അടുത്തതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ മിക്സ് നിറച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഇത് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ആ മസാല പുറത്ത് പോവരുത്, ആ രീതിക്ക് വേണം ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട്. കൈയുടെ ഈ ഒരു ഭാഗത്ത് വേണം ഈ ലാസ്റ്റ് ഭാഗം വരാൻ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടിക്കോളുവേ. അടുത്തത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മൊത്തം ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കാണിക്കാവേ. ഇപ്പോൾ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഇതിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ഇത് എടുക്കും ഒന്നായി വരാനായിട്ട്. അപ്പോൾ ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സ്റ്റീമറിൽ ഒരു വാഴയിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാഴയില കിട്ടാനുണ്ടെങ്കിൽ വാഴയില തന്നെ വെച്ചിട്ട് ഇത് ആവി കയറ്റി എടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇല്ലെങ്കിൽ അലൂമിനിയം വല്ല ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതി. ഇനി ഒന്നും ഇല്ലെങ്കിൽ വെറുതെ എണ്ണ പുരട്ടിയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ. ഇപ്പം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റത്തേക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പം ഇതാവട്ടെ. ഇപ്പം കൽമാസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൽമാസ് മുക്കി എടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇത് ചെയ്യണ്ട.
ഇങ്ങനെ തന്നെ ആവിയിൽ അങ്ങ് വേവിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ കൽമാസിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് ഇതുപോലെ മുക്കിയെടുക്കേണ്ടത്. ചൂടോടെ ചെയ്യല്ലേ. എല്ലാം ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇത് എണ്ണയിലേക്ക് വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ വേണേലും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മുക്കി പൊരിച്ചൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് വശവും. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയേ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ കൽമാസായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ടത് ഫ്രൈ ചെയ്യേണ്ട. ഈ മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചും ഇട്ട് ആക്കിയെടുത്താൽ മതിയേ. ഈ കൂട്ടത്തിൽ 1-2-3 കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടില്ല. ഒരു ബാച്ചും കൂടെ ഇതുപോലെ വറുത്തെടുക്കാനായിട്ടുണ്ട്. അതും കൂടെ അങ്ങ് വറുത്തെടുക്കാം. ഈ 2 കപ്പ് പൊടിക്ക് ഏകദേശം 12 എണ്ണം കിട്ടുന്നുണ്ട്. ഇപ്പം കണ്ണൂരിൻ്റെ പ്രധാന നോമ്പുതുറ വിഭവമായ കൽമാസ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇത് പ്രധാനമായിട്ടും അവിടുത്തെ തട്ടുകടകളിലും ചെറിയ ചായക്കടകളിലും ഒക്കെ ഒരു 4 മണി പലഹാരമായിട്ടാണ് കിട്ടുന്നത്. എങ്കിലും ഇഫ്താറിൻ്റെ സമയത്ത് മിക്കവാറും വീടുകളിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് കൽമാസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മീനിലും തയ്യാറാക്കാം, മുട്ട വെച്ചോ ബീഫ് വെച്ചോ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക്